ഫുട്ബോൾ നടക്കുമ്പോൾ അതിനിടയിലെ ശ്രദ്ധേയമായ റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടരാണ് റഫറി. 90 മിനിറ്റോ അതിലധികമോ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന കൂട്ടർ. കഠിനമായ പണിയാണ്. പിശക് നിരീക്ഷിച്ചാൽ മാത്രം പോരാ, എപ്പോഴും അടിപിടിയും ചവിട്ടുമൊക്കെയുള്ള ഫുട്ബോൾ കളിയിൽ കളിക്കാരെ നന്നായി നിരീക്ഷിക്കുകയും വേണം. എന്നാൽ ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കപ്പുറം കണ്ണു തള്ളുന്ന ശമ്പളവുമുണ്ട് ഇക്കൂട്ടർക്ക്. ഫിഫയിലെ പ്രധാന റഫറിമാർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിലെ കളികൾക്ക് മാച്ച് ഒന്നിന് $3000, അതായത് 2,85,000 രൂപ, നോക്കൌട്ട് ഘട്ടത്തിലെ മത്സരങ്ങൾക്ക് മാച്ച് ഒന്നിന് $10,000, അതായത് 9,50,000 രൂപ വരെ ലഭിക്കാം. ഒരു ലോകകപ്പിൽ പല മത്സരങ്ങൾ കളിക്കുന്ന ഒരു റഫറിക്ക് ഏകദേശം 2.85 കോടി രൂപ വരെ സമ്പാദിക്കാം. അസിസ്റ്റന്റ് റഫറികൾക്ക് ഇത്രയും സമ്പാദിക്കാൻ കഴിയില്ല, പക്ഷേ അവരും 10 ലക്ഷത്തിലധികം രൂപ നേടുന്നുണ്ട്. ഫിഫ റഫറിമാരെ സ്ഥിരമായി നിയമിച്ചിട്ടില്ല. അവർ ആഭ്യന്തര ലീഗുകളിലൊക്കെയാകും കൂടുതലും സേവനം ചെയ്യുക. ഫിഫ ഫുട്ബോളിൽ റഫറിയാകുക എന്നത് വർഷങ്ങളുടെ സമർപ്പണവും വിപുലമായ പരിശീലനവും കളിക്കളത്തിലെ സ്ഥിരതയാർന്ന മികവും ആവശ്യമായ ദീർഘവും കഠിനവുമായ യാത്രയാണ്. ഓരോ റഫറിയും സ്വന്തം രാജ്യത്തെ അടിസ്ഥാന തലത്തിൽ തുടങ്ങി ആഭ്യന്തര മത്സരങ്ങളിലൂടെ മികവ് തെളിയിച്ച് പടിപടിയായി ഉയർന്നാണ് രാജ്യാന്തര തലത്തിലേക്കെത്തുന്നത്. ഈ യാത്രയിലെ ആദ്യ പടി ദേശീയ ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ സർട്ടിഫൈഡ് റഫറിയാകുക എന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് AIFF കീഴിലാണ് പരിശീലനവും സർട്ടിഫിക്കേഷനും. യോഗ്യത നേടിയ ശേഷം റഫറിമാർ പ്രാദേശിക സംസ്ഥാനതല മത്സരങ്ങൾ നിയന്ത്രിച്ച് അനുഭവ സമ്പത്ത് നേടുന്നു. സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പ്രൊഫഷണൽ ലീഗുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന തലത്തിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കളി നിയമങ്ങളിലെ അറിവ്, സമ്മർദ്ദഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കാനുള്ള കഴിവ്, കായികക്ഷമത എന്നിവയെല്ലാം കരിയറിലുടനീളം നിരന്തരം വിലയിരുത്തപ്പെടും. ഒരു റഫറിക്കും ഫിഫയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാനാവില്ല. പകരം ഓരോ രാജ്യത്തെയും ഫുട്ബോൾ അസോസിയേഷനുകളാണ് തങ്ങളുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ ഫിഫയുടെ രാജ്യാന്തര റഫറിമാരുടെ പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. വർഷങ്ങളായി ഫിഫ റഫറിയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. 1991 നടന്ന പ്രാഥമിക ഫിഫ വനിതാ ലോകകപ്പിൽ വനിതാ റഫറിമാരെ നിയമിച്ചത് ഈ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായിരുന്നു. എന്നാൽ ഇതിലും വലിയ ചരിത്ര നേട്ടം പിറന്നത് 2022 ആ വർഷം നടന്ന പുരുഷന്മാരുടെ ലോകകപ്പ് നിയന്ത്രിക്കാനായി ചരിത്രത്തിലാദ്യമായി ഫിഫ വനിതകളെയും തിരഞ്ഞെടുത്തു. ഫ്രാൻസിന്റെ സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്, സലിമ മുഗൻസംഗ, ജപ്പാന്റെ യോഷിമി യമാഷിത എന്നിവരാണ് ടൂർണമെന്റിലെ ഒഫീഷ്യലുകളുടെ പട്ടികയിൽ ഇടം നേടിയത്. 2022 സെപ്റ്റംബർ 1 ഖത്തറിൽ കോസ്റ്റാറിക്കയും ജർമ്മനിയും തമ്മിലുള്ള മത്സരം നിയന്ത്രിച്ച് പുരുഷ ലോകകപ്പിലെ ആദ്യ വനിതാ റഫറിയായി സ്റ്റെഫാനി ഫ്രാപ്പാർട്ട് ചരിത്രം കുറിച്ചു. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.